സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ ഗൾഫ് നാടുകളിൽ പറക്കും എന്ന് ഏതാണ്ട് മനസ്സിലാകുന്നു. ഇസ്രയേലുമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് ഇറാൻ സമ്മതിച്ചു. അതുപോലെ ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇസ്രയേലും വെടിനിർത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം. അതോടെ വെടിനിർത്തൽ ഔദ്യോഗികമായി നിലവിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. വി ദിലീപ് കുമാർ വീണ്ടും ചേരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി. പറയൂ ദിലീപ് കുമാർ, ഇസ്രയേലും വെടിനിർത്തലിന് തയ്യാറായി കഴിഞ്ഞോ? എസ്കെൻ, പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെളിച്ചം വീശാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിക്കുന്നു. 12 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധം അവസാനിക്കുന്നു. വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഇരു രാജ്യങ്ങളും ഇത്തരത്തിലൊരു ധാരണയിലെത്തിയതായി അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇറാൻ പിന്നീട് ഈ അവകാശവാദം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെയോടുകൂടി, അതായത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇറാനാണ്. അതിനു പിന്നാലെ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇസ്രയേൽ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇസ്രയേലും തയ്യാറായിട്ടുണ്ട്. വെടിനിർത്തലിന് ധാരണയായി കഴിഞ്ഞുവെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇറാൻ പാർലമെൻറ്റ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ഇറാൻ്റെ ബന്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അംഗീകാരം നൽകിയിരുന്നു. IAEAയ്ക്ക് തുടർന്ന് ഇറാനിലെ ആണവ നിലയങ്ങളിൽ പരിശോധന നടത്തുന്നതിനോ അവർക്ക് റിപ്പോർട്ട് നൽകുന്നതിന് ഇറാൻ ബാധ്യസ്ഥമല്ല. തുടർന്ന് മാത്രമല്ല, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ നീക്കം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടക്കേണ്ടിയിരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള ഇറാൻ്റെ തീരുമാനം പുനഃപരിശോധിക്കുന്നത് അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ചില സാങ്കേതിക വിഷയങ്ങൾ മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. 2 രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ 12 ദിവസമായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയെ ആകെ അശാന്തിയുടെ കരിനിഴലിലേക്കാക്കിയിരുന്ന ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് അവസാനിപ്പിക്കുന്നതിന് ഇപ്പോൾ 2 രാജ്യങ്ങളും ധാരണയിലെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ ഇറാനും ഇസ്രയേലും അംഗീകരിച്ചിരിക്കുന്നു. യുദ്ധം അവസാനിച്ചിരിക്കുന്നു. SKN. വി ദിലീപ് കുമാർ, ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് വാർത്താമുറിയിൽ നിന്ന് വി ദിലീപ് കുമാർ ഇപ്പോൾ പങ്കുവച്ചത്. ഇറാൻ ആദ്യം ഈ വെടിനിർത്തൽ അംഗീകരിച്ചു. അതിൻ്റെ പിന്നാലെ ഇസ്രയേലും വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇതിനകം തന്നെ ഈ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിലാകെ അശാന്തിയുടെ കരിമ്പടം വീണ ഈ യുദ്ധത്തിൽ നിന്ന് 2 രാജ്യങ്ങളും പിൻവാങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ രാത്രി വലിയ അശാന്തി പടർത്തിക്കൊണ്ടായിരുന്നു ഖത്തറിൻ്റെ ആകാശത്ത് ഈ മിസൈലുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് 15ഓളം മിസൈലുകൾ വിട്ടു. അതുപോലെ ഡ്രോൺ ചുറ്റിക്കറങ്ങി. രാത്രിയിൽ ഖത്തറിൽ തന്നെ ചില ഭാഗങ്ങളിൽ തീ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ വന്നതോടെ പ്രവാസികൾ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി സുരക്ഷ തേടി എന്നുള്ളതായിരുന്നു വാർത്ത. അപ്പോൾ മാത്രമല്ല, നാട്ടിലുള്ള അവരുടെ ബന്ധുജനങ്ങളൊക്കെ തന്നെ ആശങ്കയോടെ വാർത്താമുറികളിലേക്ക് ടെലിഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ 24-ലും വിളിച്ച ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ എല്ലാം ആശങ്കയ്ക്ക് അറുതിയാകുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിക്കുകയാണ്.